വിദ്യാർത്ഥികൾക്കും മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ കാണുക. ദ മിനിമം വാല്യൂ ഓഫ് 3x പ്ലസ് 3 - x. ഇതൊക്കെ ഒരു റിയൽ എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ വേണം പഠിക്കാൻ. പിന്നെ പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ചാപ്റ്റേഴ്സ് വെയിറ്റേജ് നോക്കി പഠിക്കണം. കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ കിട്ടുന്ന ചാപ്റ്റേഴ്സുകളുണ്ട്. അല്ലാതെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്വസ്റ്റ്യൻസുകളുടെ എണ്ണം ഒരേപോലെയല്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കി വേണം നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ. എന്നെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ പഠിക്കുന്തോറും കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ കിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഉള്ളത് ഒത്തിരി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ കുറേ ടൈം പോയതല്ലാതെ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസുകളുടെ അറ്റൻഡ് ചെയ്യാനുള്ള ചാൻസ് കുറയും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ഇപ്പോൾ നമുക്ക് ഒത്തിരി യൂട്യൂബിലെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം നോക്കി വേണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഒത്തിരി കേട്ടുള്ളത് ഈ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ഒക്കെ അല്ലേ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും കാണാറില്ല. ഇതിൻ്റെ മെത്തേഡും പുതിയതാണ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ 3x പ്ലസ് 3 - x കിട്ടാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ ആരായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്ന മെത്തേഡ് ശ്രദ്ധിക്കുക. അതിനുവേണ്ടി നമ്മൾ തുടങ്ങാൻ പോകുന്നത്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. AM always greater than or equal to GM. What is meant by AM? Arithmetic mean. GM geometric mean. ഏത് രണ്ട് നമ്പേഴ്സുകൾ എടുത്താലും ആ രണ്ട് നമ്പേഴ്സുകളുടെ അരിത്തമെറ്റിക് മീൻ എപ്പോഴും അതിൻ്റെ ജോമെട്രിക് മീനിനേക്കാളും വലുതായിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. ഒരിക്കലും ഇയാൾ ചെറുതാവില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സുകൾ എയും ബിയും എടുക്കാം. എയും ബിയും നമുക്ക് രണ്ട് നമ്പേഴ്സുകളാണെങ്കിൽ അതിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്തായിരുന്നു? അരിത്തമെറ്റിക് മീൻ ഓഫ് 2 numbers A and B, A+B/2. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ GM റൂട്ട് ഓഫ് AB. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. അപ്പോൾ A+B/2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് AB. ഇനി ഇവിടെ എയും ബിയും ഞാൻ എടുക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കുക. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ആരാ? 3x. ബി എന്ന് പറഞ്ഞാൽ ആരാണ്? 3 - x. ഇത് രണ്ടോ നമ്മൾ ആദ്യം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ A+B/2 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് AB എന്ന് പറയുമ്പോൾ എയ്ക്കും ബിക്കും വാല്യൂ കൊടുക്കുമ്പോൾ 3x പ്ലസ് 3 - x/2 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 3x ഇൻറ്റു 3 - x. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നോക്കിക്കേ, എയ്ക്ക് 3x കൊടുത്തു, ബിക്ക് 3 - x കൊടുത്തു. ഓക്കെ, ദാറ്റ് ഈസ് 3x പ്ലസ് 3 - x ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു, this is in the form of A⁻m into A⁻n. What is A⁻m into A⁻n? A⁻m plus n, that is root of 3x plus 1 - x. പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസലായി. ബാക്കി നമുക്ക് കിട്ടുന്നത് 3x പ്ലസ് 3 - x/2 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 എന്ന് വരും. ശരിയല്ലേ? എക്സും പോയി കഴിഞ്ഞാൽ 3 - 1. ഓക്കെ, ഈ 2നെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3x പ്ലസ് 3 - x ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 2√3 എന്ന് കിട്ടും. ഇതിൽ നിന്നും നമുക്കൊരു മീനിങ് ഉണ്ട്. 3xഉം 3 - x കൂടെ ആഡ് ചെയ്താൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2√3 എന്ന് പറഞ്ഞാൽ 2√3യോ അതിനേക്കാളും കൂടുതലായിരിക്കും. ശരിയല്ലയോ? 2√3യേക്കാളും കൂടുതലെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 2√3 എങ്കിലും കിട്ടിയിരിക്കും എന്നാണ് മീനിങ്. ഏറ്റവും കുറഞ്ഞത് 2√3 എന്ന് പറഞ്ഞാൽ മിനിമം വാല്യൂ 2√3. ഓക്കെ, ഇതിന് കിട്ടാവുന്ന മിനിമം വാല്യൂ ആരാണ്? 2√3 ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ വളരെ രസകരമായിട്ടുള്ള നല്ല ചോദ്യമാണ്. ഇതൊക്കെ വേണം നമ്മൾ പഠിക്കാൻ. ഇങ്ങനെ വേണം പഠിക്കാൻ. ഇതിന് വേറെ മെത്തേഡൊക്കെ ഉണ്ട്, പക്ഷേ ഇതായിരിക്കും ഏറ്റവും സിമ്പിൾ മെത്തേഡും ആർക്കും മനസ്സിലാവുന്നതും വളരെ എളുപ്പത്തിൽ നമ്മൾ ആൻസർ എത്തിപ്പെട്ടു. പക്ഷേ ഇത് എങ്ങനെയാണ് തുടക്കത്തിൽ എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇതൊന്ന് ഷെയർ ചെയ്യുക. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകൾ പലർക്കും, പിന്നെ പലരും പല ചാനലിലെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ കണ്ടില്ല എന്നും വരാം. പക്ഷെ നമ്മുടെ ഷോർട്ട് വീഡിയോസ് ഒത്തിരി പോകുന്നുണ്ട്, നല്ലപോലെ കാണുന്നുണ്ട് കുട്ടികൾ. അത് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ഷോർട്ട് വീഡിയോയും സെർച്ച് ചെയ്ത് കാണുക. ഓക്കെ, നല്ല പ്രോബ്ലംസുകൾ എളുപ്പം ചെയ്ത് കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെ അടിപൊളിയായിട്ട് പഠിക്കുക. ഏറ്റവും നല്ല മാർക്ക് വാങ്ങുക. നല്ല റാങ്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഗുഡ് ബൈ.